ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും സ്മാർട്ട് RC-യുടെയും പ്രിൻറ്റിംഗ് നിർത്തിവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പകരം ഇവയുടെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിക്കണം എന്നാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇവയുടെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നാണ്. സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസും RC-യും ഒക്കെ നമ്മൾ പണമടച്ച് വളരെ കാത്തിരിപ്പിന് ശേഷം തപാലിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ ഡിജി ലോക്കർ വഴിയും പരിവാഹൻ വഴിയും ഈ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോഴെന്തായാലും വാഹനവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡിജിറ്റലായി ഔദ്യോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന 4ാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. നമ്മളിന്നിവിടെ പരിവാഹൻ വഴിയും ഡിജി ലോക്കർ വഴിയും ഡ്രൈവിംഗ് ലൈസൻസും RC-യും എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ നോക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസും RC-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തന്നെ പരിവാഹൻ എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് RC-യും ഡ്രൈവിംഗ് ലൈസൻസും എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നാണ്. ഇതിനായി പ്ലേ സ്റ്റോർ എടുത്ത ശേഷം താഴെ കാണുന്ന സെർച്ച് ബാറിൽ പ്രസ് ചെയ്തതിന് ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നെക്സ്റ്റ് ജെൻ പരിവാഹൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും. ആപ്പ് ഡീറ്റെയിൽസ് നോക്കിയാൽ ആൻഡ്രോയിഡ് 8.1 അതിൻ്റെ മുകളിലോ ഉള്ള OS ആണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്താൽ ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും. ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നും സൈൻ ഇൻ എന്നും കാണാം. നേരത്തെ അക്കൗണ്ട് ഉള്ളവർക്ക് സൈൻ ഇൻ ചെയ്യാം, അല്ലാത്തവർക്ക് ക്രിയേറ്റ് അക്കൗണ്ടിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഞാൻ അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വരുന്ന പേജിൽ സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുക്കുക ആദ്യം. അതിനുശേഷം RC-യിലും ഡ്രൈവിംഗ് ലൈസൻസിലും ഒക്കെയുള്ള പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം 6 ഡിജിറ്റുള്ള സെക്യൂരിറ്റി പിൻ കൊടുക്കണം. ഒരു പാസ്വേഡ് പോലെ ഉപയോഗിക്കേണ്ടുന്ന ഒന്നാണ്. പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറിൻ്റെ ആദ്യത്തെയോ അവസാനത്തെയോ 6 ഡിജിറ്റ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇമെയിൽ ID-യും കൊടുത്ത് തൊട്ട് താഴെയുള്ള സബ്മിറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈലിലേക്ക് OTP വരികയും ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ വന്നിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്ത 6 ഡിജിറ്റുള്ള സെക്യൂരിറ്റി പിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ നമുക്ക് മൈ വെർച്വൽ RC എന്നും മൈ വെർച്വൽ DL ഡ്രൈവിംഗ് ലൈസൻസ് എന്നും 2 ലിങ്കുകൾ കാണാം. ഇവിടെ ഞാൻ ആദ്യം മൈ വെർച്വൽ DL എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ റെക്കോർഡിങ് ചില ഭാഗങ്ങളിൽ അനുവദനീയമല്ല, ഫോട്ടോ എടുത്തൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വെർച്വൽ DLൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ 15 ഡിജിറ്റുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. പുതിയ ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ 15 ഡിജിറ്റ് കാണും. അതില്ലാത്തവർക്ക് 4-5 ഡിജിറ്റൊക്കെ ഉള്ളവർക്ക് ചെയ്യേണ്ടുന്നത് ആദ്യം കേരളത്തിൻ്റെ കോഡായ KL കൊടുക്കണം. പിന്നീട് നിങ്ങളുടെ RTO കോഡ് എത്രയാണെന്ന് വെച്ചാൽ ഞാനിവിടെ കൊട്ടാരക്കരയാണ്, 24 കൊടുക്കുകയാണ്. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 15 ഡിജിറ്റ് ആകാൻ എത്ര 0 ചേർക്കണോ അത്രയും 0 ചേർത്തിട്ട് അവസാനം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം തൊട്ട് താഴെയുള്ള കലണ്ടർ ചൂസ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ സെലക്ട് ചെയ്താൽ മുകളിലായിട്ട് നമുക്ക് വർഷം കാണിച്ചിരിക്കുന്നത് കാണാം. ആ വർഷത്തിൻ്റെ സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള വർഷങ്ങളൊക്കെ താഴോട്ടും മുകളിലോട്ടും കാണിക്കുന്നതാണ്. അവിടെ നിന്ന് അനുയോജ്യമായ തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം മാസവും തീയതിയും തിരഞ്ഞെടുത്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം താഴെ കാണുന്ന ആഡ് മൈ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ പിന്നീട് നമ്മൾ ഇപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് മൈ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്നുള്ള പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഓക്കെ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറോട് കൂടി കാണാവുന്നതാണ്. ആ റൗണ്ട് ആരോയിൽ പ്രസ് ചെയ്താൽ അത് അപ്ഡേറ്റ് ആയി വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ തന്നെ വ്യൂ എന്നുള്ളൊരു ലിങ്ക് കാണാം. ആ വ്യൂവിൽ പ്രസ് ചെയ്താൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വ്യൂ ലഭിക്കുന്നതാണ്. QR കോഡോട് കൂടിയ ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇത് അധികാരികൾക്ക്, പോലീസ് അധികാരികൾക്കായാലും മറ്റാവശ്യങ്ങൾക്കായാലും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഈ QR കോഡ് അവർക്ക് സ്കാൻ ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെയായി കാണുന്ന നീല ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സീസ് ചെയ്തിട്ടുണ്ടോ, ബാൻ ചെയ്തിട്ടുണ്ടോ, ലീഗൽ കസ്റ്റഡിയിലായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതിൻ്റെ സ്റ്റാറ്റസും അറിയുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലോ മെയിലിലോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്.
ഇതുപോലെ തന്നെ മൈ വെർച്വൽ ആർ സിയിൽ പ്രസ് ചെയ്ത് നമ്മളുടെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഇതുപോലെ ആഡ് മൈ വെഹിക്കിളിൽ പ്രസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 വെഹിക്കിൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനും നേരത്തെ ചെയ്തതുപോലെ വ്യൂവിൽ പ്രസ് ചെയ്ത് ഈ നമുക്ക് ആർ സി വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കാണുവാനും സാധിക്കും. മുകളിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും ഷാസി എന്ന ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ 5 ഡിജിറ്റ് എഞ്ചിൻ നമ്പറിൻ്റെ ലാസ്റ്റ് 5 ഡിജിറ്റും കൊടുത്താണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ വ്യൂവിൽ പ്രസ് ചെയ്താൽ ആർ സിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. QR കോഡ് ഉൾപ്പെടെ ലഭിക്കും. ഇത് അധികാരികൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. പ്രിൻ്റ് എടുത്തൊക്കെ സൂക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെയുള്ള നീല ലിങ്കിൽ പ്രസ് ചെയ്താൽ വാഹനത്തിന് എന്തെങ്കിലും നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ അതവിടെ അറിയുവാനും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ പരിവാഹൻ ആപ്പ് മൊബൈലിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസും ആർ സിയും ബന്ധപ്പെട്ടവരെ കാണിക്കുവാൻ സാധിക്കുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസും ആർ സിയും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്ന മറ്റൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡിജി ലോക്കറാണ്. പ്ലേ സ്റ്റോറിൽ ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ആപ്ലിക്കേഷൻ്റെയും സപ്പോർട്ട് ചെയ്യുന്ന മൊബൈലിൻ്റെയും ഒക്കെ വിശദാംശങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ലാംഗ്വേജ് മലയാളം വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം ലെറ്റ്സ് ഗോ കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് താഴെ കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം. അക്കൗണ്ട് ഉള്ളവർക്ക് സൈൻ ഇൻ കൊടുക്കാം. ഞാനിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ഫുൾ നെയിം കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ആധാറിലുള്ളതുപോലെ കൊടുക്കുക. ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അതിനുശേഷം നേരത്തെ നമ്മൾ കൊടുത്തതുപോലെ 6 ഡിജിറ്റ് പിൻ നമ്പർ പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള സബ്മിറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം ഇപ്പോൾ കൊടുത്ത മൊബൈലിലേക്ക് വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതില്ലാതെ തൊട്ട് താഴെ സ്കിപ്പ് കൊടുത്തും പോവാം. ഞാനിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്ന OTPയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. എനിക്കിവിടെ അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുകയാണ്. ഞാൻ സൈൻ ഇൻ കൊടുക്കുകയാണ്. അതിനുശേഷം ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ പിന്നും കൊടുത്ത് ഞാൻ സൈൻ ഇൻ ചെയ്യുകയാണ്. തുടർന്ന് മൊബൈലിലേക്ക് ഒരിക്കൽ കൂടി OTP വരുന്നതാണ്. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിലൊക്കെ അലോ ചെയ്ത് കൊടുത്താൽ നമുക്കിങ്ങനെ ഡാഷ്ബോർഡിൽ പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റ്സ്, വോട്ടർ ID, പാൻ കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയവയൊക്കെ ആഡ് ചെയ്ത് സൂക്ഷിക്കുവാനും ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ് ഈ ഗവൺമെൻറ് ഡിജി ലോക്കർ എന്ന ആപ്പ് വഴി. നമ്മളിവിടെ ഡ്രൈവിംഗ് ലൈസൻസും ആർ സിയും എങ്ങനെ സേവ് ചെയ്ത് സൂക്ഷിക്കാമെന്നും ഉപയോഗിക്കാമെന്നുമാണ് നോക്കുന്നത്. ഇവിടെ ഡാഷ്ബോർഡിൽ താഴോട്ട് വന്നാൽ എക്സ്പ്ലോർ മോർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് വരും. അവിടെ വീണ്ടും നമ്മൾ എക്സ്പ്ലോർ മോർ ഒന്നുകൂടി കൊടുക്കണം. അതിനുശേഷം അവിടെ നിന്നും കേരള തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ധാരാളം സർട്ടിഫിക്കറ്റുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് താഴോട്ട് വന്നാൽ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം പേരും ഡേറ്റ് ഓഫ് ബർത്തും അവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിനുശേഷം 15 ഡിജിറ്റുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് താഴെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ആഡ് ആവുന്നതും ഡാഷ്ബോർഡിൽ വരുന്നതും നമുക്ക് കാണാം. തൊട്ട് താഴെ കാണുന്ന ഇഷ്യൂഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആ ഡ്രൈവിംഗ് ലൈസൻസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വ്യൂ ലഭിക്കുന്നതാണ്. ഇവിടെ ഫോട്ടോ ഉൾപ്പെടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ്, വെരിഫൈഡ് ആണ്. ഇവിടെ കാണുന്ന QR കോഡിൽ ടാപ്പ് ടു സൂം എന്നുള്ള അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൂം ചെയ്തിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കുന്നതുമാണ്. താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്ത് മെയിലിലേക്കോ വാട്സപ്പിലേക്കോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അധികാരികൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും താഴെ കാണുന്ന ഇഷ്യൂഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് കാണിക്കുവാനും സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ വാഹനത്തിൻ്റെ RC എന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്നുകിൽ ഇവിടെ നിന്ന് കണ്ടെത്താം, അതല്ലെങ്കിൽ മുകളിൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ലിങ്ക് അവിടെ വരുന്നതാണ്. അതിനുശേഷം അത് സെലക്ട് ചെയ്യാം. തുടർന്ന് പേര് അവിടെ ഓട്ടോമാറ്റിക് വരുന്നതും തൊട്ട് താഴെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, വണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനും തൊട്ട് താഴെ ഷാസി നമ്പർ എന്ന ചേസിസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മുഴുവൻ ഡിജിറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗെറ്റ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും.
അതിനുശേഷം ഇഷ്യൂഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അത് സൂം ചെയ്ത് കാണുവാനും സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. വിശദീകരിക്കുന്നില്ല. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.